2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ജയപരാജയങ്ങൾ ചർച്ച ചെയ്യുന്ന അങ്കംവെട്ട്. പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്ന വടക്കൻ പറവൂർ. 2001 മുതൽ അദ്ദേഹം അവിടെ മത്സരിക്കുന്നു, അജയ്യനായി തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 2001 പി രാജുവിനെ പരാജയപ്പെടുത്തിയാണ് വി.ഡി. സതീശൻ നിയമസഭയിൽ എത്തിയത്. ഇത്തവണ അവിടെ, അതായത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ വി.ഡി. സതീശനെ എതിരിടുന്നതിന് വേണ്ടി CPI ചുമതലപ്പെടുത്തിയിരിക്കുന്നത് E.T. ടൈസൺ മാസ്റ്ററെയാണ്. നേരത്തെ കയ്പമംഗലത്ത് മത്സരിച്ച് റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച ടൈസൺ മാസ്റ്ററും വി.ഡി. സതീശനുമാണ് ഇത്തവണ വടക്കൻ പറവൂരിൽ ഏറ്റുമുട്ടുന്നത്. രണ്ടായിരത്തി 2011 വടക്കൻ പറവൂരിൽ ശ്രദ്ധേയമായ മത്സരം നടന്നത്. അന്ന് വി.ഡി. സതീശന്റെ എതിരാളി പന്ന്യൻ രവീന്ദ്രനായിരുന്നു. 11,349 വോട്ടുകൾക്കായിരുന്നു അന്ന് വി.ഡി. സതീശൻ വിജയിച്ച് നിയമസഭയിൽ എത്തിയത്. 2016 CPIയുടെ ശാരദാ മോഹനായിരുന്നു വി.ഡി. സതീശന്റെ എതിരാളി. അന്ന് വിജയം വീണ്ടും വി.ഡി. സതീശൻ ആവർത്തിക്കുന്നു. 20,364 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി വി.ഡി. സതീശൻ വിജയിച്ചു. 2021 വിജയം ആവർത്തിച്ചു. കയ്പമംഗലത്ത് നിന്നും പറവൂരിലേക്ക് എത്തിയിരിക്കുന്ന E.T. ടൈസൺ മാസ്റ്ററിൽ നിന്നും ഇത്തവണ വിജയത്തിനപ്പുറം വേറെ ഒന്നും തന്നെ CPI പ്രതീക്ഷിക്കുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം 22,698 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടിയായിരുന്നു ടൈസൺ മാസ്റ്റർ കയ്പമംഗലത്ത് നിന്നും വിജയിച്ചത്. ടൈസൺ മാസ്റ്റർ നേരത്തെ തന്നെ മണ്ഡലത്തിലെത്തി പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDFനായിരുന്നു പറവൂരിൽ മേൽക്കൈ. ഏക മുനിസിപ്പാലിറ്റിയായ വടക്കൻ പറവൂർ മുനിസിപ്പാലിറ്റി UDFന് ഒപ്പമാണ്. 7 പഞ്ചായത്തുകളിലും UDFന് മേൽക്കൈ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. 2021 വോട്ടിംഗ് ശതമാനം നോക്കുമ്പോൾ ആകെ പോൾ ചെയ്ത വോട്ടുകൾ 79.2%. വി.ഡി. സതീശന് 51.8% വോട്ടുകൾ ലഭിച്ചു. ഇത്തവണയും വലിയ പ്രതീക്ഷയിലാണ് വി.ഡി. സതീശൻ. മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് വി.ഡി. സതീശൻ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം സംസ്ഥാന രാഷ്ട്രീയവും അദ്ദേഹം പറയുന്നു. കാരണം പ്രതിപക്ഷ നേതാവായതുകൊണ്ട് തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഓരോ പ്രവർത്തനങ്ങളും ഭരണപക്ഷത്തിനെതിരെയുള്ള ഓരോ പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വി.ഡി. സതീശൻ മണ്ഡലത്തിൽ സജീവമായിരിക്കുന്നത്. E.T. ടൈസൺ മാസ്റ്ററാവട്ടെ സൗമ്യനായ CPI നേതാവ്. കഴിഞ്ഞ 10 വർഷത്തെ ഇടതുമുന്നണി ഭരണത്തിൻ്റെ നേട്ടങ്ങളും ഒപ്പം മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന ഭരണപരമായ വികസന പ്രവർത്തനങ്ങളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിനെ നേരിടാൻ എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ E.T. ടൈസൺ മാസ്റ്റർ മണ്ഡലത്തിൽ എത്തിയിട്ടുണ്ട്. BDJS ആണ് അവിടെ മത്സരിക്കുന്നത് NDAയുടെ ഘടകകക്ഷിയായിട്ട്. കാര്യമായ ഒരു വോട്ട് വർധനയും കഴിഞ്ഞ കുറേ നാളുകളായി BDJSനും അല്ലെങ്കിൽ NDAയ്ക്കും അവിടെ നേടാൻ കഴിഞ്ഞിട്ടില്ല. BJPക്ക് കാര്യമായ വേരോട്ടവുമില്ല. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു മത്സരത്തിലേക്കാണ് വടക്കൻ പറവൂർ കടക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും. ജയപരാജയങ്ങൾ ഇപ്പോൾ ഒന്നും തന്നെ പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയിലുമാണ്.